മഴക്കാല വെള്ളപ്പൊക്ക മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും ടീം റെസ്ക്യൂ ഫോഴ്സും സംയുക്തമായി ദുരന്ത നിവാരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ഈരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ നടത്തിയ പരിപാടിയിൽ ഫയർഫോഴ്സ് ഓഫീസർ നിബിൻ സുകുമാർ പരിശീലന ക്ലാസ് നടത്തി. മുങ്ങിമരണം, പാമ്പുകടി, CPR, തീപിടിത്തം, തീപ്പൊള്ളൽ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തി. അങ്ങനെ വരുന്ന ഏത് ഇതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രവേശിക്കേണ്ടത് വളരെ വളരെ സൂക്ഷ്മമായിട്ട് വേണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ വളരെയധികം കാലപ്പഴക്കമുള്ള പല ബിൽഡിങ്ങുകളും ഉണ്ട്. അപ്പോൾ പലയിടത്തും എക്സ്റ്റിങ്ക്വിഷറുകളൊക്കെ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം തന്നെ നമ്മുടെ ഒരു സംഭവം ഉണ്ടായി, അടുത്ത കാലത്തായിട്ട് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് വന്നു. ഇടയ്ക്ക് സ്കൂൾ തലങ്ങളിൽ, അതായത് നമ്മുടെ LP തൊട്ടുള്ള സ്കൂളുകളിൽ, LP ക്ലാസ് തൊട്ടുള്ള സ്കൂളുകളിൽ നിർബന്ധമായിട്ടും അഗ്നിശമന സേനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ വേറൊന്നുമല്ല, ഇടയ്ക്ക് 1-2 സ്കൂളുകളിൽ, ചെന്നൈയിലാണ് സംഭവം ആദ്യം ഉണ്ടായത്. ചെന്നൈയിലെ ഒരു സ്കൂളിൽ തീപിടുത്തം ഉണ്ടായി. അവിടെ ഒരു എക്സ്റ്റിങ്ക്വിഷർ പോലും ഇല്ല. അങ്ങനെ 2 കുട്ടികളവിടെ മരണപ്പെടുകയൊക്കെ ചെയ്തു. അധ്യാപകർ ഒരാൾ മരിച്ചു, കുറേ പേർക്ക് പരിക്കേറ്റു വളരെ പെട്ടെന്ന്. പിന്നെ ഈ ചെന്നൈയിലെന്ന് വെച്ചാൽ ചെന്നൈയിലെ തമിഴ്നാട്ടിൽ തന്നെയാണ് പല സ്കൂളുകളിലും ഇപ്പം ഈ അവിടത്തെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, അവിടുത്തെ പാചകപ്പുര എന്തായിരുന്നു, ഓല മേഞ്ഞ ഷെഡാണ്, ഓല മേഞ്ഞതാണ്. ഇതിലൂടെയാണ് തീ പടർന്നു അങ്ങനെ ഒന്ന് കയറിയതാണ്. അങ്ങനെ പെട്ടെന്നുണ്ടായ ഫയർ എന്തോ ഫ്യൂവലം കണ്ട് അവർ സൂക്ഷിച്ചിരുന്നില്ല, ജനറേറ്റർ ഫ്യൂവലം കണ്ട്. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഫയറായത്. അന്ന് തൊട്ട് വന്ന ഒരു നിയമവാലിയാണ് ഈ എക്സ്റ്റിങ്ക്വിഷറിന് ഒരു പേരുണ്ടല്ലോ, ഏത് തരത്തിലുള്ള എക്സ്റ്റിങ്ക്വിഷറാണ് എന്നുള്ളതാണ്. ഇതിനെ DCP എന്നാണ് പറയുന്നത്. ഇതാണ് DCP. എവിടെ കാണുമ്പോൾ ഓർത്തോണം കേട്ടോ. ഇത്രയും വലുതൊന്നും നിങ്ങൾ കണ്ടെന്ന് വരത്തില്ല, കുറച്ചുകൂടെ ചെറുതായിരിക്കും. ഇപ്പൊ ഇത് കാണാത്ത ആൾക്കാരില്ല. കാര്യം നമ്മുടെ വണ്ടികളിൽ സഹിതം എന്തുണ്ട്, എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. അതിന് മുന്നേ തന്നെ ഇതിനകത്ത് എന്താണ് നിറച്ചിരിക്കുന്നതെന്ന് അറിയണം. ഇതൊരു ഡ്രൈ കെമിക്കൽ പൗഡറാണ്. അതാണ് DCP എന്ന് പറയുന്നത്, ഡ്രൈ കെമിക്കൽ പൗഡർ. ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്ക്വിഷർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഈ നിറച്ചിരിക്കുന്ന പൗഡറും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു എയർ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുള്ള് ഈ എയർ ടൈറ്റ് ചെയ്ത് ഇതിനകത്തൊരു ചെറിയ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിനകത്ത് പൗഡർ നിറച്ച് എയർ ടൈറ്റ് ചെയ്ത സാധനമാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് എയറിൽ നിൽക്കുകയാണ്. നമ്മളിത് പൊട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എയർ എന്ത് ചെയ്യും, റിലീസാവും. ആ റിലീസാവുന്ന എയറിനോടൊപ്പം ഏത് വെളി വരും, അകത്ത് കിടക്കുന്ന പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിക്നെസ് ഉള്ള പൗഡറാണ്, കുറച്ച് കട്ടി കൂടുതലാണ്. സാധാരണ നമ്മൾ ഫേസ് പൗഡർ ഉപയോഗിക്കാറില്ലേ, കാൽക്കം പൗഡർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ രൂപം അത് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ കട്ടി കൂടുതലാണ്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തീയുടെ ഏറ്റവും പ്രൈമറി സ്റ്റേജ്, ഏറ്റവും തുടക്കത്തിൽ മാത്രമേ നമുക്ക് ഇത് കൊണ്ട് ഗുണമുള്ളൂ. ഇതുകൊണ്ട് ഗുണമുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഈ ബോർഡിനകത്ത് പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. നമുക്കറിയാം, ചിലപ്പോൾ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് എക്സ്ട്രാ വയറുകളും ഒക്കെ കൊണ്ടുവന്ന് കുത്തി കയറ്റിയിട്ട് ഓണാക്കുമ്പോൾ എന്ത് ചെയ്യും, എരിയുന്ന കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ എരിഞ്ഞു വരും. അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതതിൻ്റെ തുടക്കത്തിലാണ് എടുത്ത് വെച്ച് പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് ഇത് അണയ്ക്കാൻ കഴിയും. ഒരു ടാഗ് ചെയ്തൊക്കെ വെച്ചേക്കുക. നമ്മളിത് പൊട്ടിക്കാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട, ഇതൊന്നും വലിച്ചു പറിക്കുകയൊന്നും വേണ്ട. ആ സമയത്ത് ഇതിനെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പുള്ള് ചെയ്യുക. ഇതിനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രവർത്തന സജ്ജമായി. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിനെ പ്രസ് ചെയ്യുക. ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് എവിടെയാണോ ഫയർ എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ആ പൗഡർ വന്ന് തീക്കകത്ത് എങ്ങനെയാണല്ലേ വെള്ളികളിലെല്ലാം അതെല്ലാം കറക്റ്റായിട്ട് പരിശോധിക്കും. ഇതെല്ലാം പൊട്ടിച്ച് നോക്കും. അതിനകത്തൊരു ചെറിയ LED ബൾബ് പോലെ ഒരു സാധനം ഇങ്ങനെ റൗണ്ടിലിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ ബിൽഡിങ്ങുകളിൽ. അതെന്താ സംഭവം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെല്ലാം നമ്മുടെ ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്, ഇൻസ്റ്റലേഷനാണ്. ഈ പുകയുടെ അളവ് ഇങ്ങനെ കൂടുന്തോറും ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് സെൻസറാണ്. ആ സെൻസർ എന്ത് ചെയ്യും, ഭയങ്കരമായ അലാം സൗണ്ട് ഉണ്ടാകും. അലാം സൗണ്ട് ഉണ്ടാക്കുമ്പോൾ പിന്നെ അടുത്തുള്ള ഒറ്റ പരിപാടിയുള്ളൂ, ഇവാക്വേഷൻ എന്ന് പറയും. ഇവാക്വേഷൻ എന്ന് വെച്ചാൽ ഒഴിപ്പിക്കൽ. അവിടുത്തെ ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം, ഫയർ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് പലയിടത്തും എഴുതി വരും. വലിയ ബിൽഡിംഗ് പോയാലേ കാണാൻ പറ്റും ഫയർ എക്സിറ്റ്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ രക്ഷപ്പെടുക. പിന്നെ സ്മോക്ക് ഡിറ്റക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പുക, അതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട്, സ്മോക്ക് ഉണ്ട്. ആ സ്മോക്കിന്റെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അലാറം അടിച്ചു. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന പാമ്പ് എന്ന് പറയുന്നത് ഏതാ, ഈ സാധനമാണ്. ക്രൈറ്റ് എന്ന് പറയും. ക്രൈറ്റ് അല്ലെങ്കിൽ ശംഖുവരൻ, വെള്ളിക്കെട്ടൻ എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. ഇത് നല്ല മാരകമായ വിഷം ഉള്ള ഒരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്, ഈ ശംഖുവരൻ എന്ന് പറയുന്നത്.
നല്ല മാരകമായ വിഷമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കടിക്കുന്ന പാമ്പ് ഏത് തന്നെയായിരിക്കും സ്വാഭാവികമായി. ഇതാണ്, അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് ചെയ്യരുത് എന്ന് ആദ്യം അറിയണം. അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാവർക്കും ഒരു ധാരണയില്ലാത്തൊരു സംഭവമാണ് ഒരു കെട്ട്, ഇല്ലേ? ഒരു മാരക കെട്ടാണത്. ഇല്ല, പാമ്പ് കടി ഏറ്റ പേടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? വലിയ പാടാണത്. നമ്മളത് നേരിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പോകണം. ആർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്, ഉണ്ട്. ആ, അതെന്തായിരിക്കും? പാമ്പ് കടിച്ച് ഏത് പാമ്പാണ്? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യരുത് എന്നാണ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിലെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി. ആദ്യം കാണുമ്പോൾ നമ്മൾ അവരെ ഭയപ്പെടുത്തും. ചേട്ടൻ പറഞ്ഞത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുത്തുന്നതല്ല, അങ്ങനെ ആയിപ്പോകുന്നതാണ്. എങ്ങനെയാ? വെപ്രാളം, നമ്മുടെ വെപ്രാളം. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നല്ലേ പട്ടി കടിക്കാൻ ഓടിച്ചാണെന്ന് പറഞ്ഞ കണക്കാ. ഓടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കുമോ? പട്ടി, നമുക്ക് എല്ലാം അറിയാം പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓടരുത് എന്ന് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഓടാതിരിക്കുമോ? പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ ഉസൈൻ ബോൾട്ടിനേക്കാളും വേഗം നമ്മൾ ഓടും. അതിനകത്ത് യാതൊരു സംശയമില്ല, ഓടിയിരിക്കും. അപ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ മാക്സിമം ഇവർ കേൾക്കാതെ വേണം പറയാൻ. അവരെന്ത് ചെയ്യരുത്? കേൾക്കരുത്. അവര് കേൾക്കരുത്. കാര്യം ഇവരുടെ അടുത്ത് എടെ മറ്റേ ആ വിപ്രാളം ഒന്നും കാണിക്കരുത്. പിന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇവരെ എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഏത് നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവരെ ഇരുത്തിയേ കൊണ്ടുപോകാവൂ. അവരെ ഇരുത്തിയേ കൊണ്ടുപോകാവൂ. അവരൊക്കെ കിടക്കാൻ അനുവദിക്കരുത്, ഉറങ്ങാൻ അനുവദിക്കരുത്, നടക്കാൻ അനുവദിക്കരുത്, ഓടാൻ അനുവദിക്കരുത്. ഇതൊന്നും ചെയ്തുകൂടാ. എന്ത് ചെയ്യണം? ഇരുത്തണം. ഈ പെട്ടെന്ന് തീ പിടിച്ചു, എൻ്റെ ഡ്രസ്സിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ്, ഡ്രോപ്പ്. ഡ്രോപ്പ് എന്ന് വെച്ചാൽ എന്താ? കിടക്കുക, റോൾ. സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ. റോൾ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു അങ്ങ് പൊക്കളയരുത്. നിലത്ത് കിടക്കുക, അന്നേരം എന്ത് ചെയ്യുക? ഡൗൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? റോൾ. റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളുക. പെട്ടെന്ന് ഉരുട്ടണം. നമുക്ക് മറ്റൊരാൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പെട്ടെന്ന് തട്ടിയിടുക, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചർ ഉണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല, വെള്ളം ഒഴിക്കാനുള്ള സ്പേസ് ഒന്നും കിട്ടണമെന്ന്. അതിനേക്കാളും നല്ലത് എന്ത് ചെയ്യുക? അവരെന്ത് ചെയ്യുക? അതിനെ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് തീ പിടിച്ചു, അതിനൊരു മെത്തേഡ് സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്ത് ചെയ്യണം? അതെ, 3 റൗണ്ട് അങ്ങോട്ട് പോവുക, 3 റൗണ്ട്. എണ്ണിക്കൊണ്ടൊന്നും പറ്റത്തില്ല ആ സമയത്ത്. കുറച്ച് അങ്ങോട്ട് റോൾ ചെയ്യുക, കുറച്ച് ഇങ്ങോട്ട് റോൾ ചെയ്യുക. പെട്ടെന്ന് എന്ത് ഇല്ലാതാവും, തീ പിടിക്കാതെ കേട്ടോ. ഇലക്ട്രിസിറ്റി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ റിലീസ് ചെയ്തതിന് മാത്രമേ എന്ത് ചെയ്യാവൂ? മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാവൂ. അത് വളരെ ശ്രദ്ധിച്ചോണം. പല ആൾക്കാരും ഇപ്പോൾ അങ്ങനെ ഒരു അബദ്ധം കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ സ്വന്തമായിട്ട് ഏറ്റവും വരും, ചിലപ്പോൾ മെയിൻ സ്വിച്ച് എവിടെയാണെന്ന് അറിയാതെ ചിലർ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ അത്രയും ടൈം ലാഗാവും. അപ്പോൾ അതിന് നിൽക്കാതിരിക്കുക. അപ്പോൾ അത് നോക്കുക. പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഓടരുത് എന്നാണ്. എന്നാലും ഓടിപ്പോവും. മാക്സിമം നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ വെച്ച് അതിൻ്റെ ശ്രദ്ധ എന്ത് ചെയ്യുക? മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഷനാണ് CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം, അല്ലെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം എന്ന് പറയാറുണ്ട്. CPR സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ മുട്ടിലിരിക്കണം. എൻ്റെ മുട്ടിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്തത് വീണ്ടും ഇങ്ങനെയാണ് പറയുന്നത്. 1 2 3 4 10 അങ്ങനെയാണ് ഇത് എണ്ണുന്നത്. അല്ല 1 തൊട്ട് 30 വരെ അങ്ങ് പോവല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? താളം നഷ്ടപ്പെടും. ഹൃദയ